2 BDJS സ്ഥാനാർത്ഥികൾ ഇതാരാണെന്ന് പോലും അറിയില്ല. ഇത് NDA നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ പല നിയോജകമണ്ഡലങ്ങളിലും ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഇതാരാണ്, ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ഇവരുടെ ഡീലിൻ്റെ ഭാഗമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 2021 ആരംഭിച്ചതാണ് ഈ ഡീല്. CPM-നെ വിജയിപ്പിക്കാൻ വേണ്ടി BJP നടത്തുന്ന ഒരു കള്ളക്കളിയാണിത്. ഇത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണിത്. നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണം. കേരളത്തിൽ പിണറായി വിജയന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വരരുത്. അതിനു വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള രാഷ്ട്രീയ ധാരണയാണിത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി എപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടാലും ആറന്മുള കണ്ണാടിയും ആമാടപ്പെട്ടിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ഈ ഡീൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രകടമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത്തരം കള്ളക്കളികൾ അവർ അംഗീകരിച്ചു കൊടുക്കില്ല. ജനങ്ങൾ ഇതിന് മറുപടി നൽകും, സംശയം വേണ്ട. BJP-യുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന് CPM-ന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം SDPI-യുമായിട്ട് ധാരണയായ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കും പ്രശ്നമില്ല, നാട്ടുകാർ CPM-നും പ്രശ്നമില്ല. നിങ്ങൾക്ക് മീൻസ് എല്ലാ മാധ്യമങ്ങളും അല്ല ഞാൻ പറയുന്നത്. SDPI പരസ്യമായി CPM-നെ പിന്തുണയ്ക്കുന്നു. PDP പരസ്യമായി LDF-നെ പിന്തുണയ്ക്കുന്നു. അവർ 2 കക്ഷികളും പുരോഗമന കക്ഷികളായിട്ടാണ് ഒരുപക്ഷെ അവർ വിശദീകരിക്കുന്നത്. അതിനെപ്പറ്റി CPM മിണ്ടുന്നില്ലല്ലോ, വിശദീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ UDF വൻ വിജയം നേടും. UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. നിങ്ങൾ ഓർക്കണം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കൂത്തുപറമ്പിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ 5000 വോട്ടിന് ജയിച്ചത് അന്നത്തെ RSS-ൻ്റെയും BJP-യുടെയും പിന്തുണയോടെ തന്നെയായിരുന്നു. KG മാരാർക്ക് വേണ്ടി അന്നവിടെ പ്രസംഗിക്കാൻ ഉദുമയിൽ പോയത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. അവർ നമ്മളുടെ രാഷ്ട്രീയമായ ഐക്യം അന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, M-ൻ്റെ സാന്നിധ്യത്തിൽ RSS-യുമായി ചർച്ച നടത്തിയത് ഇതേ പിണറായി വിജയനല്ലേ? പത്രപ്രവർത്തകരോട് പറഞ്ഞ കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരെയും അവിടെ കൂട്ടാതെ, ഫോട്ടോഗ്രാഫർമാരെ പോലും അനുവദിക്കാതെ M-ൻ്റെ നേതൃത്വത്തിൽ അന്ന് RSS-യുമായി ചർച്ച നടത്തിയ ഈ മുഖ്യമന്ത്രി അല്ലേ? അതൊന്നും കേരളം മറന്നുപോയിട്ടില്ല. എന്താണ് അതൊക്കെ സതീശൻ തന്നെ എത്ര തവണ വിശദീകരിച്ച. ഈ പഴകിയ സാധനം എന്തിനാണ് പുള്ളി കൊണ്ടിരുന്നത്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇന്ന് PR ഏജൻസിക്ക് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. PR ഏജൻസി ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. PR ഏജൻസി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അതിന് കോന്നിയിൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. എൻ്റെ ചോദ്യം മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ്. എന്തോ? അത് ശരി. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വട്ടിയൂർക്കാവ് അവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അഘോരികൾ എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ പ്രചരണം നടത്താൻ പാടില്ലാത്തതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാനതുകൂടെ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വളർന്നു വരുന്നു എന്നുള്ളത് CPM-നെ പരിഭ്രാന്തരാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. UDF ഒറ്റക്കെട്ടാണ്, കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്കത് ബോധ്യമുണ്ട്. ഞങ്ങൾ ഒരു മനസ്സോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതെ, ഏറ്റവും അവസാനത്തെ റിബൽ കാൻഡിഡേറ്റ് ഇന്നലെ പിന്മാറി. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമല്ലേ, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണത്തിന് പരിമിതികളുണ്ടാവും. ഞങ്ങൾ ശക്തമായി തന്നെയാണ്, ഇന്നാണ് രാവിലെയാണല്ലോ ഈ വാർത്ത വരുന്നത്, തീർച്ചയായിട്ടും ഞങ്ങളത് ആലോചിച്ച് വേണ്ടത് ചെയ്യും. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒരു ആശ്ചര്യവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനുവേണ്ടി എപ്പോഴും BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, ഞങ്ങൾ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലേ? ഇപ്പം ഇവിടെ തന്നെയാണ് CP ജോണിന് നക്ഷത്ര ചിഹ്നമായിരുന്നു എപ്പോഴും. ഇപ്പം കപ്പൽ കൊടുത്തു. അപ്പം ഞാൻ ജോണിനോട് പറഞ്ഞ കപ്പൽ നല്ലതാണ്, ഇത് വലുതായിട്ട് കാണുമല്ലോ. ഒന്ന് സ്റ്റാറായിരുന്നപ്പോൾ ചെറുതായിട്ടായിരുന്നു.